കുട്ടപ്പൻ വന്ന വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇന്ന് നമ്മൾ ചേച്ചിയുടെ വീട്ടിലോട്ട് പോവാണ്. ചിക്കു വന്നതിന് ശേഷമാണ് നമ്മൾ ഇറങ്ങിയത്. അപ്പോൾ ഇപ്പോൾ തന്നെ 9 മണി കഴിഞ്ഞു. റബേക്കയൊക്കെ ചിലപ്പോൾ ഉറങ്ങിയിട്ടുണ്ടാവും. നമ്മൾ നേരെ ചേച്ചിയുടെ വീട്ടിലെത്തി. അപ്പോൾ ആദ്യം നമ്മൾ പുറത്ത് കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്നു. മോൻകുട്ടൻ്റെയും റബേക്കയുടെയും പുതിയ റിമോട്ട് കാർ ചിക്കു ഇതുവരെ ഓട്ടിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നില്ല. പൊതുവേ ഇവർക്ക് റിമോട്ട് കാർ വാങ്ങിക്കുന്ന സമയത്തൊക്കെ കാറോ ജീപ്പോ എന്ത് തന്നെ ആയിരുന്നാലും ചിക്കു ഓടിച്ച് നോക്കാറുണ്ട്. അപ്പോൾ റബേക്ക പൊതുവെ എപ്പോഴും ചിക്കുവിനെ കണ്ടു കഴിഞ്ഞാൽ കുറച്ച് കൊഞ്ചിയൊക്കെ വന്ന് നിൽക്കും. അപ്പോൾ ചിക്കുവിൻ്റെ താടിയിൽ പിടിച്ചൊരു വലി വലിച്ചു കളിച്ച് നിന്ന് അവൻ അത് അത്യാവശ്യം വേദനിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ കുറച്ച് നേരം അവിടെ നിന്നിട്ട് അമ്മയുടെ വീട്ടിലോട്ട് പോയി. അവിടെ അധികം നേരം നിന്നില്ല, കാരണം ചോറ് അവിടെയായിരുന്നു, അതെടുക്കാൻ പോയതാണ്. പൊറോട്ടയും ബീഫുമാണ് ചേച്ചിയുടെ വീട്ടിലുള്ളത്. കുട്ടമ്മ വന്നു കഴിയുമ്പോൾ മിക്കപ്പോഴും നമ്മളിങ്ങനെ ഒരുമിച്ച് കൂടാറുണ്ട്. എൻ്റെ വീട്ടിലോട്ട് വരാറില്ലാത്തല്ല, ഞാൻ വിളിക്കാറില്ല, കാരണം ഞാൻ ഒന്നും കുക്ക് ചെയ്യാറില്ല, പിന്നെ വിളിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ ചേച്ചി കുക്ക് ചെയ്യാറുണ്ട്. അങ്ങനെ നമ്മൾ ഇടയ്ക്ക് 1-2 തവണയൊക്കെ കുട്ടൻ പറഞ്ഞ സമയത്ത് പോയി ഫുഡൊക്കെ കഴിക്കാറുണ്ട്. ചേച്ചിയുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് പാൽക്കപ്പയും ബീഫും ചോറുമാണ്. അപ്പോൾ എൻ്റെ ഫേവറേറ്റ് എന്ന് പറയുന്നത് പൊറോട്ടയും ബീഫുമാണ്. അങ്ങനെ പൊറോട്ട പുറത്തുനിന്ന് വാങ്ങിച്ചു, ബീഫ് ചേച്ചി വീട്ടിലുണ്ടാക്കി, പാൽക്കപ്പയും വീട്ടിലുണ്ടാക്കി, ചോറ് നമ്മൾ താഴെ വീട്ടിൽ പോയി എടുത്തിട്ട് വന്നു. കാരണം എന്ന് പറയുന്നത് ഇപ്പം ഗ്യാസ് കിട്ടാൻ ഭയങ്കര പാടല്ലേ. അപ്പോൾ ചോറ് അവിടെ വെച്ച് എല്ലാം കൂടെ ഇവിടെ വയ്ക്കാൻ നിന്നില്ല. ഇവിടുത്തെ വീട്ടിൽ അടുപ്പില്ല, അതായത് വിറകടുപ്പില്ല, ഗ്യാസ് മാത്രമേ ഉള്ളൂ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കുറേ നേരം ചാറ്റ് GPT ഓരോ ഫോട്ടോയൊക്കെ ഇട്ട് ഓരോന്നൊക്കെ ഉണ്ടായിക്കൊണ്ടിരുന്നു. അപ്പോൾ മോൻകുട്ടനെ പെങ്കൊച്ചാക്കിയതാണ് കണ്ടത്. മോൻകുട്ടൻ്റെ കയ്യിൽ വീഡിയോ എടുക്കാൻ കൊടുത്തപ്പോൾ അവൻ ക്യാമറ തിരിച്ചു വെച്ചിട്ട് സ്വന്തമായിട്ട് ചിരിക്കുന്നതാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഈ വീഡിയോ കണ്ടപ്പോൾ ഓർമ്മ വന്നത് നമ്മുടെ അത്ഭുത ദ്വീപ് സിനിമയിൽ ലാസ്റ്റ് വരുന്ന നരഭോജികളില്ലേ, അവരെ പോലെയാണ് എനിക്ക് തോന്നുന്നത്. നൈറ്റ് 12:30 വരെ നമ്മളവിടെ വർത്തമാനം പറഞ്ഞിരുന്നു. കുട്ടപ്പനൊക്കെ ഉറങ്ങി വീഴാറായി. പിന്നെ അവസാനം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. നമ്മൾ വീട്ടിൽ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, വീട്ടിലാകുമ്പോൾ ലേറ്റായിട്ട് എണീറ്റാൽ മതിയല്ലോ, അല്ലെങ്കിൽ റബേക്ക രാവിലെ എണീറ്റ് നമ്മളെ വിളിച്ചെണീപ്പിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ.